Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Thank you, sir. എല്ലാവരും ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി ആരെന്താ മറുപടി വരാത്തെ? ഓക്കെ ആണോ? Okay, ma'am. Okay. Next, നമ്മൾ ഈ പ്രിസ്ക്രൈബിംഗ് വരെയല്ലേ എടുത്തത് മിസ് കാന്യൂസ? ഈ പ്രിസ്ക്രൈബിംഗ് അല്ല, ബാക്കി എടുക്കാട്ടോ മിസ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, പേഷ്യൻസിനെ അവരുടെ വൈറ്റൽസ്, ഇപ്പൊ BP ഇല്ലേ, BP, അതേപോലെ ഷുഗർ, അവരുടെ വെയിറ്റ്, അവരുടെ അങ്ങനെയുള്ള ഇതുകൾ എന്താണ്, ഗ്ലൂക്കോമി, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് അവരുടെ റിസൾട്ട് അവര് തന്നെ നോക്കിയിട്ട് അവർക്ക് ഇപ്പൊ BP കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഷുഗർ കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഡോക്ടറുടെ അടുത്തേക്ക് പോവില്ലേ ചെക്കപ്പിന് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി. ഇപ്പൊ BP ഒക്കെ പെട്ടെന്ന് ഷൂട്ട് ആവാം അല്ലെ? അപ്പൊ അവരെ വീട്ടിൽ എന്തുണ്ടാവും? ഇപ്പൊ കൊറോണ വന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ എന്താ മേടിച്ചിട്ടുണ്ട്? പൾസ് ഓക്സിമീറ്റർ അല്ലെ? BP അപ്പാരറ്റസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായില്ല എല്ലാവരും? മിക്ക വീടുകളിൽ ഉണ്ടായിരുന്നു. ഓക്സിജൻ ഒക്കെ കുറവുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓർമ്മയുണ്ടോ കൊറോണയുടെ സമയത്ത്? നമുക്ക് വിപണിയിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പൾസ് ഓക്സിമീറ്റർ ഒക്കെ. അപ്പൊ എന്ത് ചെയ്യാം? സ്വന്തം വൈറ്റൽസ്, ഇപ്പൊ പേഷ്യൻസിന്റെ ഇപ്പൊ BP പ്രോബ്ലംസ് ഉള്ളവരുടെ വീട്ടിൽ എന്താ BP അപ്പാരറ്റസ് ഒക്കെ മേടിച്ച് വെച്ചിങ്ങാട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോ, തലകറക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അവരെ BP ചെക്ക് ചെയ്തിട്ട് ലോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അല്ലെ? അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെയുണ്ട് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. അതല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് ഈ പേഷ്യൻസിന്റെ ഡാറ്റാസ് കണക്ട് ചെയ്ത് വെക്കാം. കണക്ട് ചെയ്തിട്ട് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ വിവരങ്ങള് നോക്കിങ്ങാണ്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, നിർദ്ദേശങ്ങൾ കൊടുക്കാം. ക്ലിയർ ആയോ? രണ്ട് രീതിയിൽ. ഒന്ന്, പേഷ്യൻസിനെ സ്വന്തം അവരുടെ വീടുകളിൽ അവരിങ്ങനെയുള്ള വെയിറ്റ് നോക്കുന്ന മെഷീൻസ്, അതല്ലെങ്കിൽ BP നോക്കുന്നത്, വെയിറ്റ് നോക്കുന്നത്, BP നോക്കുന്നത്, ഷുഗർ നോക്കുന്നത്, പൾസ് നോക്കുന്നത്, അങ്ങനെയുള്ള അപ്പാരറ്റസ് വെച്ച് കണ്ടിട്ട് അവരുടെ ഇത് നോക്കി കാണിട്ട് എന്ത് ചെയ്യാം? അവർക്ക് എന്തെങ്കിലും വേരിയേഷൻസ്, ഇതിന്റെ വാല്യൂ മെഷേഴ്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക. രണ്ട്, ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ സിസ്റ്റത്തിലേക്ക് ഇവരുടെ ഡാറ്റ കണക്ട് ചെയ്തിട്ട് ഡോക്ടർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, തീരുമാനങ്ങൾ എടുക്കുന്നതാണ് രണ്ടാമത്തത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇനി നമുക്ക് നോക്കാം റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ എന്തെല്ലാമാണ് പറയുന്നത്. This is another aspiring features of health information system. Health information systemത്തിലെ മറ്റൊരു ആസ്പെറിംഗ്, അഭിലഷണീയമായ ഒരു ഫീച്ചർ ആണ്, സവിശേഷതയാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, which enables access to patients details easily. ഇതെന്താണ്? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഈസിലി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദി പേഷ്യൻസ്. എന്താണ്? ഡോക്ടേഴ്സിന് ഈ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന് എന്താണ്? ഹെൽത്ത് കെയർസ് അല്ലെ, ആരോഗ്യ പരിചരണം നൽകാനായി സാധിക്കുന്നു. ആൻഡ് മിറ്റിഗേറ്റ് സെവർ കണ്ടീഷൻ എക്സ്പെൻസ്. അപ്പൊ എന്താണ്? എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ? ഡോക്ടർക്ക് ഇവരെ വിവരങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ്, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, മരുന്നുകൾ പറഞ്ഞു കൊടുക്കാം. അതുവഴി അവർക്ക് എന്താണ്? എക്സ്പെൻസ്, മിറ്റിഗേറ്റ് സെവർ കണ്ടീഷൻ എക്സ്പെൻസ്, ചെലവുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ?
ഓക്കെ, ബാക്കി എല്ലാവർക്കോ? ബിൻഷ മാത്രം പറയുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കോ ഓക്കെ ആണോ? പ്രിയ, മിസ് ക്ലാസ് എടുത്തു തുടങ്ങുന്നുള്ളൂ കേട്ടോ. മിസ് ആദ്യം പറഞ്ഞത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പേഷ്യൻസിന്റെ ഓക്കെ, പേഷ്യൻസിന്റെ വൈറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ BP, പിന്നെ അവരെ ഷുഗർ ലെവല്, അവരുടെ വെയിറ്റ്, പൾസിന്റെ മെഷർ, അതൊക്കെ അവര് സ്വന്തം എടുത്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കാം. ഒരെണ്ണം ക്ലിയർ ആയോ? രണ്ടാമത്തത് പറയുന്നത് പേഷ്യൻസിന്റെ ഡാറ്റയിലേക്ക്, അവരുടെ ഡാറ്റയിലേക്ക് എന്താണ് ഡോക്ടറുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കി കണ്ടിട്ട് ഡോക്ടർ അവർക്ക് അഡ്വൈസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് അവർ ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം. അതാണ് രണ്ടാമത്തത്. അത് ക്ലിയർ ആയോ പ്രിയ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? മിസ് എടുത്തു തുടങ്ങിയോളൂ ക്ലാസ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് RPM എന്ന് പറയുന്നത് എന്താണ്? Aspiring feature. This is another aspiring features of health information system. Health information systemത്തിലെ മറ്റൊരു അഭിലഷണീയമായ നമുക്ക് ആസ്പയർ ചെയ്യുന്ന ഒരു സവിശേഷതയാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. വിച്ച് എനേബിൾസ് എന്താണ്? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്. രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ പറ്റില്ലേ അവരുടെ സിസ്റ്റത്തിലേക്ക്? കിട്ടോ? പേഷ്യൻസ് ലഭ്യമാക്കാൻ സാധിക്കുന്നു. അതുവഴി എന്താണ്? പേഷ്യൻസിന് നല്ല ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം നൽകാൻ സാധിക്കില്ലേ ഡോക്ടർക്ക്? അവരുടെ പേഷ്യൻസിന്റെ ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് കറക്റ്റ് രീതിയിലുള്ള അഡ്വൈസ് കൊടുത്തൂടെ? നല്ല ആരോഗ്യ പരിചരണം നൽകാൻ സാധിക്കുന്നു, ചുക്കായിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ സാധിക്കുന്നു അല്ലെ? ആൻഡ് മിറ്റിഗേറ്റ് സെവർ കണ്ടീഷൻ എക്സ്പെൻസ്. ഇത് എക്സ്പെൻസ് കുറക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് എക്സ്പെൻസ് കുറക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയത് നവ്യ? Okay. Next, remote patient monitoring is really useful for patients who are experiencing chronic health issues. Chronic health issues ഉള്ള പേഷ്യൻസിന് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വളരെ ഉപകാരപ്രദമാണ് അല്ലെ? ആണോ? വിട്ടുമാറാത്ത ആരോഗ്യമുള്ളവർക്ക് അവർക്ക് അവരെ ചിലപ്പോ വേണമെങ്കിൽ അവരുടെ വീടുകളിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഡോക്ടർ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ മേടിച്ചൂടെ സിസ്റ്റം വഴി അല്ലെ, ഓൺലൈനായിട്ട്. അപ്പൊ എന്താണ്? വിട്ടുമാറാത്ത ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് എന്താണ് നമ്മുടെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആയത്? Doctors use the information gathered through RPM for monitoring patients' health status. എന്താണ്? ഡോക്ടേഴ്സ് RPM വഴി എന്താണ് പേഷ്യൻസിന്റെ സ്റ്റാറ്റസ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ നൽകുന്നു. മിസ് പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ ഡാറ്റ ഡോക്ടറുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അല്ലെ? ആണോ? രണ്ടാമത്തേത് പറഞ്ഞത് അങ്ങനെയല്ലേ? അപ്പൊ എന്താണ്? ഡോക്ടേഴ്സ് യൂസ് ദ ഇൻഫർമേഷൻ. എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വഴി ഡോക്ടർ കണക്ട് ചെയ്ത ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് പേഷ്യൻസിനെ നിരീക്ഷിക്കാനായിട്ട് അല്ലെ, മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ സാധിക്കില്ലേ? സാധിക്കുമോ? Next, also with these details, they can predict or end a situation that would or else require serious medical intervention. എന്താണ്? സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ മെഡിക്കൽ ഇടപെടലുകൾ ആവശ്യമായി വരുമ്പോൾ എന്താണ് പേഷ്യൻസിന് ഇങ്ങനെയുള്ള RPM വഴിയുള്ള വിവരങ്ങൾ ശേഖരിച്ചിങ്ങാണ്ട് അവർക്ക് എന്താണ് ആ പേഷ്യൻസിനെ കുറിച്ച് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെ, പ്രവചിക്കാനും എൻഡ് സിറ്റുവേഷൻസ് എന്താണ് എൻഡായിട്ട് അല്ലെ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു അല്ലെ. അവർ ഇന്നത് ചെയ്യണം അല്ലെ,
പേഷ്യൻസിന് അല്ലെങ്കിൽ പറയാം, ഡോക്ടർക്ക് പറയാം എന്താണ് പേഷ്യൻസിനെ വീട്ടിലിരുന്ന് മോണിറ്റർ ഇങ്ങനെ സിസ്റ്റം വഴി കണക്ട് ചെയ്ത് എന്താണ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം അല്ലേ? ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഡിസിഷൻ എടുത്തൂടെ? എന്താണ് അപ്പൊ എന്താ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് എന്താണ് ഇങ്ങനെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വഴി വിവരങ്ങൾ എടുത്തിട്ട് എന്താണ് ഡോക്ടർക്ക് അവരുടെ വിവരങ്ങൾ, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനും എന്ത് ഡിസിഷൻ എടുക്കാനും അല്ലെ, അന്തിമ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ. ഈ ക്രോണിക് ഹെൽത്ത് കെയർസ് ഉള്ളവർക്ക് മാത്രമാണോ ഇത് ഉപകാരപ്പെടുന്നത്? അതർ ദാൻ അല്ലാതെ തന്നെ, ക്രോണിക് ഹെൽത്ത് കെയർ അല്ലാതെ തന്നെ RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ്. മറ്റു കേസുകളിലും ഇത് ഉപകാരപ്രദമാകുന്നുണ്ട്. ആർക്കൊക്കെയാണ്? സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺസ് അല്ലെ, പ്രായമായ ആളുകൾ, അവർക്കും ഈ റിമോട്ട് പേഷ്യന്റ് വഴി യൂസ്ഫുൾ അല്ലേ? അവർക്ക് എപ്പോഴെപ്പോഴും ഓടി ഹോസ്പിറ്റലിലേക്ക് വരണ്ട അല്ലെ? അവർക്ക് സീനിയർ സിറ്റിസൺസ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് പേഷ്യൻസ് അല്ലെ, ഡിസ്ചാർജ് കഴിഞ്ഞ് പോയ പേഷ്യൻസിന് ഉപകാരപ്രദമാണ് അല്ലെ? ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയർ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസസ് അബ്യൂസസ്. എന്താണ്, എന്തെങ്കിലും സബ്സ്റ്റൻസ് എന്താണ് മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ മദ്യത്തിന്റെ ഒക്കെ അടിമപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയർ, മാനസികമായി ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും എന്താണ് ഈ RPM മോണിറ്ററിംഗ് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെയുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലെ? അപകടകരല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കും എന്താണ് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വളരെ ഉപകാരപ്രദമാണ്. ക്ലിയർ ആയത്? Next, Master Patient Index. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. Master Patient Index നിരവധി ഹോസ്പിറ്റലുകളിലും ഒരുപാട് നിരവധി ലാർജ് ഓർഗനൈസേഷനുകളിലും എന്താണ് വളരെയധികം ജനപ്രീതി, പോപ്പുലാരിറ്റി ഉണ്ട്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? വിത്ത് ദിസ് ടെക്നോളജി, ഈ ടെക്നോളജി ഉപയോഗിച്ചാണ് വൺ റിക്വയർസ് ടു ഫീഡ് ദ പേഷ്യൻസ് ഇൻഫോർമേഷൻ വൺസ്. ഒരു പേഷ്യൻസിന്റെ വിവരങ്ങൾ ഒരു തവണയെങ്കിലും വിവരങ്ങൾ എന്ത് ചെയ്യണം? ഈ ടെക്നോളജിയിൽ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരം, ഇപ്പൊ അവരുടെ പേര്, സെക്സ്, ഏജ്, അവരുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ടെക്നോളജിയിൽ ഒരു തവണയെങ്കിലും റെക്കോർഡ് ചെയ്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ന്യൂമറസ് ഡാറ്റാബേസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് പല ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നു. Therefore, this data can be useful in the future of other lab test and clinical department. എന്നിട്ട് ഇത് ഉപയോഗിച്ച് കണ്ട് എന്താണ് നമുക്ക് എന്താണ് ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മുടെ വിവരങ്ങളൊക്കെ ആദ്യം കൊടുക്കൂലേ, പേര്, അങ്ങനെയുള്ള ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവരെന്ത് തരും? ഒരു ID കാർഡ് തരില്ലേ? ID കാർഡ് തരാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് ആ ID കാർഡ് അതിലൊരു നമ്മുടെ ID നമ്പർ ഉണ്ടാവും അല്ലെ? പേഷ്യന്റ് ID നമ്പർ ഉണ്ടാവില്ലേ? ID നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ ലാബ് ടെസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാബിലേക്ക് ചെല്ലുമ്പോ അവിടെ അവിടുത്തെ അവര് ചോദിക്കാറുണ്ടോ ID നമ്പർ? ചോദിക്കാറില്ല. ചീട്ട് കൊടുക്കാറുണ്ടോ? നമ്മുടെ ഫയല് അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അതിൽ ID നമ്പർ ഉണ്ടാവാറില്ലേ? പേഷ്യൻസ് ID നമ്പർ. അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ID നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഫോർമേഷൻസ്, ടെസ്റ്റ് റിസൾട്ടുകൾ അവർക്ക് നേരിട്ട് തന്നെ ആർക്ക് അയക്കാൻ പറ്റും? ഡോക്ടേഴ്സിന് അയക്കാൻ പറ്റില്ലേ? ഡോക്ടർ സിസ്റ്റത്തിൽ കിട്ടില്ലേ?
അപ്പൊ ഈ ഒരു ID നമ്പർ അവർക്ക് അടിച്ചു കൊടുത്താൽ തന്നെ ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ അവർക്ക് ലഭിക്കില്ലേ? ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട്, സ്കാനിങ്ങിന്റെ റിസൾട്ട് അല്ലെ, എന്തൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, എല്ലാ വിവരങ്ങളും ലഭിക്കുന്നില്ലേ? ഓക്കെ, clear ആയോ? For this data can be useful in on further for other lab test and clinical department. ഇത് എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ലാബ് ടെസ്റ്റുകൾക്കും ഒരുപാട് ഉപകാരപ്രദമാണ്. Finding the data manually every time is not needed. ഈ നമ്മൾ ആദ്യം തന്നെ ചെന്ന് നമ്മുടെ വിവരങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഓരോ തവണ ചെല്ലുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണോ പേര്, ഏജ്, നമ്മൾ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ചോദിക്കില്ലേ പേര് ഇന്നതല്ലേ അല്ലേ? ചോദിക്കാറുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ? ചോദിക്കാറില്ലേ? ID നമ്പർ കൊടുക്കുമ്പോ, നമ്മുടെ കാർഡ് കൊടുക്കുമ്പോ അവര് ചോദിക്കില്ലേ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഒരു തവണ നമ്മുടെ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട, വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. The ease of access to a patient's detail is the most important benefits for using the master patient index. മാസ്റ്റർ patient index കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേഗത്തിൽ തന്നെ ഈസായിട്ട് നമുക്ക് എന്താണ് ആക്സസ് ചെയ്യാൻ, ലഭ്യമാക്കാൻ സാധിക്കുന്നു. Also, it is totally automated. നമ്മ ഹോസ്പിറ്റലില് റിസപ്ഷനിൽ ചെയ്യുന്ന നമ്മുടെ ID പറഞ്ഞു കൊടുക്കും. ആ ID അടിച്ചു കൊടുക്കുമ്പോ അവർക്ക് സിസ്റ്റത്തിൽ വരുന്ന ഇൻഫോർമേഷൻസ് എങ്ങനെയാണ്? ഓട്ടോമേറ്റഡ് ആണോ? അല്ലെ? ഓപ്പൺ ചെയ്ത് വരും അല്ലെ? നമ്മുടെ ഫയല് ജസ്റ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നു അല്ലെ? അപ്പൊ എന്താണ്? Also, it is totally automated. ഇത് totally automated ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കുറയ്ക്കാൻ പറ്റും? മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് അല്ലെ? തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻസ് അല്ലെ? എന്താണ്? ഇൻഫർമേഷന്റെ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു, ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ പേപ്പർ ബേസ്ഡ് റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോ ഫയലിൽ നിന്ന് ഒരു പേജൊക്കെ പോവാ അല്ലെ? ഒരുപാട് നാള് സൂക്ഷിച്ചു വെക്കുമ്പോ അല്ലേ ഫയൽ കാണാതെ വരാം അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൂമിൽ നിന്ന് ചിലപ്പോ ഫയല് കാണാതെ വരാം, അല്ലെങ്കിൽ ചെതലരിച്ചു പോകാം അല്ലെ? അതല്ലെങ്കിൽ പേജ് നഷ്ടപ്പെടാം. ഇതങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? നമ്മുടെ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, റിസ്കുകൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ആൻഡ് ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദി ഇൻഫർമേഷൻസിനെ സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? അത് ഇത് റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഹെഡിങ് പോലെ വേണ്ട കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു കൺക്ലൂഷൻ തരൂലേ? ഫിനിഷ് അങ്ങനെ തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് ആ ഹെഡിങ് ഇവിടെ തന്നിരിക്കുന്ന ആ ബുള്ളറ്റ് വെട്ടിങ് ആണ് കേട്ടോ. ഇവിടെ ഇതാ റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് നോക്കാം. റാപ്പിംഗ് ഇറ്റ് അപ്പ് കൺക്ലൂഡിംഗ് എന്നുള്ള മീനിങ്ങിൽ കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വിൽ ഗോ ഓൺ ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ ഹെൽത്ത് സർവീസുകളില് ഈ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് കൊണ്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടോ? വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഉണ്ടോ? അവിടുത്തെ ഹോസ്പിറ്റലിലെ ചെലവ് കുറച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളിലെ പിന്നെ എന്താണ്? നമുക്ക് വരുന്ന ടൈം കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ? ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ എടുക്കുന്നത് വരെ ഈ പ്രിസ്ക്രിപ്ഷൻ വഴി എന്താണ്? എറേഴ്സ് കുറയ്ക്കുന്നു അല്ലെ? ആണോ? നിങ്ങൾ തന്നെ പറ, കുറെയൊക്കെ നിങ്ങൾ പറ. മിസ് എടുത്താലേ, ഇത്രയും ഭാഗങ്ങൾ എടുത്താലേ മിസ് നിങ്ങൾ പറ, ചേഞ്ചസ് വന്നിട്ടുണ്ടോ?
ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഉപയോഗിച്ചും കാണുന്നുണ്ട് ഹെൽത്ത് കെയർ സർവീസുകളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് പവർഫുൾ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ പ്രൊസീജിയേഴ്സിലും എന്താണ് ഹോസ്പിറ്റലിലും ഒരുപാട് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം വഴി എന്താണ് പവർഫുൾ സിസ്റ്റം ആവാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. ഇതിന്റെ സഹായത്തോടു കൂടി അസിസ്റ്റൻസിലെ not only will efficiency of the professionals be increased but also their work will become easier and more organized. Professionals ന്റെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എഫിഷ്യൻസി മാത്രമാണ് കൂട്ടിയിരിക്കുന്നത് ഈ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് കൊണ്ട്. ആണോ ആണോ അവരുടെ വർക്ക് ഈസി ആക്കി അല്ലെ, എളുപ്പത്തിലാക്കി അല്ലെ. ഈസി ആക്കി അവർക്ക് പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും അല്ലെ, പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലെ, ബില്ലിങ് പ്രൊസീജിയർ എളുപ്പത്തിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് അവിടെയുള്ളവരുടെ ഈസിയർ എന്താണ് വർക്ക് ഈസി ആക്കി ആൻഡ് മോർ ഓർഗനൈസ്ഡ് രീതിയിലായോ ഇല്ലേ. more organized. Next, as a result, they focus on giving better care to the patients and improving patients' engagement and contentment. ഇതിന്റെ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുള്ള റിസൾട്ട് എന്താണ്, ഫലം എന്താണ്? They focus on giving better health care to the patients അല്ലെ. ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ എന്താണ് പേഷ്യൻസിന് ബെറ്റർ കെയർ നല്ല ആരോഗ്യ പരിചരണം കൊടുക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ് അല്ലെ, ഇടപെടൽ വർദ്ധിപ്പിക്കില്ലേ. പേഷ്യൻസ് സ്വന്തമായിട്ട് തന്നെ അവരെ എന്താ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നു അല്ലെ, അവർക്ക് വേണ്ട ഡോക്ടറെ അവര് തന്നെ തിരഞ്ഞെടുക്കുന്നു അല്ലെ. ആണോ ആണോ എന്തൊന്നും ഇല്ലാത്തേ ആണോ. അവരുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ എന്താണ് അവരെ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ തൃപ്തി വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? എസ് എ റിസൾട്ട് ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് എന്താണ് പേഷ്യൻസിന് ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ബെറ്റർ ട്രീറ്റ്മെന്റ് ബെറ്റർ കെയർ നൽകുന്നു, നല്ല ആരോഗ്യ പരിചരണം നൽകുന്നു. കൂടാതെ പേഷ്യൻസിന്റെ ഇടപെടൽ വർദ്ധിപ്പിക്കുകയും അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇൻ ഷോർട്ട് HIS offers a win. HIS എന്ന് പറഞ്ഞാൽ ഒരു വിൻ ടെക്നോളജി ആണോ, വിൻ സിസ്റ്റം ആണോ? അല്ലേ. Win situation for both the patients and health providers when it comes to refining care delivery services. എന്താണ് പേഷ്യൻസ് അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നു, റിഫൈനിങ് കെയർ ഡെലിവറീസിലെ പരിചരണ സേവനങ്ങൾ പരിഷ്കരിക്കുന്നു അല്ലെ. റിഫൈനിങ് കെയർ സർവീസസ് എന്താണ് ആരോഗ്യ സംരക്ഷണ മേഖലകളിലെ അല്ലെങ്കിൽ പേഷ്യൻസ് എന്താണ് അവരുടെ പരിചരണ സേവനങ്ങൾ പരിഷ്കരിക്കുന്നു അല്ലേ. ഒരുപാട് പരിഷ്കരണം അല്ലെ. അപ്പോയിന്റ്മെന്റ്സ് സ്വന്തം എടുക്കുന്നു, അവർക്ക് വേണ്ട ഡോക്ടറെ അവര് തന്നെ തെരഞ്ഞെടുക്കുന്നു, ഈ പ്രിസ്ക്രിപ്ഷൻ നൽകാൻ പറ്റുന്നു അല്ലെ ഡോക്ടേഴ്സിന്. അതിന്റെ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവിടെ ഇരുന്ന് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നു. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കൊണ്ടുവരുന്നു അല്ലെ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, പിന്നെന്താണ് ഓരോ ഡോക്ടേഴ്സിനും എന്താണ് അവരുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ഏത് ഹോസ്പിറ്റലിൽ ഇരുന്ന് വേണമെങ്കിലും ലഭ്യമാക്കാൻ സാധിക്കുന്നു അല്ലെ. ആണോ ആണോ അപ്പൊ ഇതൊക്കെ പരിഷ്കരണങ്ങളല്ലേ, അഡ്വാൻസ് അല്ലേ, മെഡിക്കൽ അഡ്വാൻസ് അല്ലേ ഇത്. ക്ലിയർ ആയോ? എന്ത് പറ്റി? സെക്കൻഡ് പീരീഡ് ആയപ്പോഴേക്കും ഓർക്കം വരുന്നുണ്ടാ? ബാക്കി എല്ലാവരും ഭാഗത്തൊന്നും ഒരു അനക്കോ ഇല്ലല്ലോ. പറയുമ്പോ ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവരും ഓക്കെ ആണോ?
Okay. Next, types of clinical information system. Clinical information system എത്ര ടൈപ്പ് ഉണ്ട്? അത് നിങ്ങൾക്ക് കുറെ പറയുന്നുണ്ട്. ഫസ്റ്റ് എ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ വിവരങ്ങൾ എന്താണ് നമ്മ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത്? മിസ് പറയുന്ന കാര്യങ്ങള് ഇനി എടുക്കില്ലേ, അത് ജസ്റ്റ് കുറെ ഹെഡിങ് പാരഗ്രാഫ് പോലെ കുറെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഷോർട്ടായിട്ട് എഴുതി വെക്കാട്ടാ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഒന്ന് എഴുതി വെക്കാട്ടാ, നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാട്ടാ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ എന്താണ് നമ്മ എഴുതുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണോ? പേഷ്യൻസിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ആണോ? എന്താണ് കൊടുക്കുന്നത്? എന്താണ്? ഹെൽത്ത് ഇൻഫോർമേഷൻസ് അല്ലേ? ഹെൽത്ത് ഇൻഫോർമേഷൻ, ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ടെസ്റ്റുകളാകാം അല്ലെ, ടെസ്റ്റ് റിസൾട്ടുകളാകാം, അവരെ മെഡിക്കൽ ഹിസ്റ്ററി ആവാം, അവരെ അലർജീസ് ആവാം, അവരെ മെഡിസിൻസ് ആവാം അല്ലെ. അപ്പൊ അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി ആണ്, ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആണ്. അതെന്തിലേക്കാണ് നമ്മൾ നൽകുന്നത്? സിസ്റ്റത്തിലേക്ക് അല്ലെ, ഇലക്ട്രോണിക്കലി അല്ലെ, സിസ്റ്റത്തിലേക്കല്ല കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? ഡിജിറ്റൽ ഫോർമാറ്റിൽ അല്ലെ, ഡിജിറ്റൽ ഫോർമാറ്റ്സിലല്ലേ. ഇപ്പൊ നോക്കിയേ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമ്മ കൈകൊണ്ട് എഴുതാണോ ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൈകൊണ്ട് എഴുതാണോ ചെയ്യുന്നത്? ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് പേഷ്യൻസ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നത് പേഷ്യൻസിന്റെ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡിയാണ്. ആൻഡ് പോപ്പുലേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡഡ് ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഇൻ എ ഡിജിറ്റൽ ഫോർമാറ്റ്. എന്താണ്? ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ, എന്താണ്? ഇലക്ട്രോണിക് രീതിയിൽ, ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലോ ഇലക്ട്രോണിക് രീതിയിൽ പേഷ്യൻസിനെ, രോഗിയെ കുറിച്ചുള്ളതും പോപ്പുലേഷനെ കുറിച്ചുള്ളമായ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ആരോഗ്യ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനത്തെയാണ് EHR എന്ന് പറയുന്നത് അല്ലെ. ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള, ഒരു പേഷ്യൻസ് പോപ്പുലേഷൻ, എല്ലാ ആളുകളുടെയും വിവരങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് കുറച്ച് പേഷ്യൻസ് ഉണ്ട്, വേറൊരു ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യൻസ്. അപ്പൊ എന്താ? ഓൾ പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് വരുന്നില്ലേ നമുക്ക് EHR-ല്? അപ്പൊ പേഷ്യൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻസിനെ കുറിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ എന്താണ്? ഇലക്ട്രോണിക്കലി നമ്മ രേഖപ്പെടുത്തുന്നതിന്, ഡിജിറ്റൽ ഫോർമാറ്റിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനെ കുറിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ നമ്മ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് EHR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Okay. These records can be shared across different healthcare settings. നമുക്ക് ഇത് പല ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്ക് അയക്കാൻ സാധിക്കുന്നു അല്ലെ. നിങ്ങൾ മെസ്സേജുകള് എങ്ങനെ അയക്കുന്നേ? എല്ലാവർക്കും അയക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? വാട്സപ്പ് ത്രൂ, ഫേസ്ബുക്ക് ത്രൂ അല്ലെ, ജിമെയിൽ വഴി അല്ലേ, ഒരുപാട് ആളുകൾക്ക് അല്ലെ അയക്കാൻ പറ്റുന്നുണ്ടോ മെസ്സേജുകള്? മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന്. അപ്പൊ എന്താണ്? നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫോർമേഷൻസ് EHR നമുക്ക് എന്താണ്? പല ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്കും അയക്കാനായി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം? നെറ്റ്വർക്ക് കണക്ഷൻസ് അല്ലെ, നെറ്റ്വർക്ക് ത്രൂ അയക്കാം. എന്റർപ്രൈസ്, അതായത് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം, വലിയ ഇൻഫർമേഷൻ സിസ്റ്റം, അതല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ സിസ്റ്റം, ഈ ബില്ലിങ്ങുകള്, നെറ്റ് ബാങ്കിങ് ഒക്കെ പോലെയുള്ള അങ്ങനെയല്ലേ
നെറ്റ്വർക്ക് ത്രൂ അയക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? എക്സ്ചേഞ്ച് വഴി, കൈമാറ്റം ചെയ്യൽ വഴി. ഇപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ ആൻജിയോപ്ലാസ്റ്റ് അല്ലെങ്കിൽ MRI സ്കാൻ ഒക്കെ എടുക്കുമ്പോ എന്ത് ചെയ്യുന്നു? CD തരാറുണ്ടോ നമുക്ക്? അതെന്താണ്? ഇതേപോലുള്ള വിവരങ്ങളാണ് അല്ലെ? അത് നമുക്ക് കൈമാറ്റം ചെയ്യാം അല്ലെ, ഒരാളിൽ നിന്ന് അല്ലേ? ഇല്ലേ? അപ്പൊ ഇങ്ങനെ കൈമാറ്റം, എക്സ്ചേഞ്ച് വഴിയും നമുക്ക് എന്താണ് പല ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്കും ഈ EHR ഹെൽത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ലഭ്യമാക്കാൻ സാധിക്കുന്നു. EHR may consist of range of data. EHR ഒരുപാട് വിവരങ്ങൾ, ഡാറ്റാസ് രേഖപ്പെടുത്തുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? That includes പേഷ്യൻസിനെ കുറിച്ചുള്ള ഡെമോഗ്രഫിക് ഡാറ്റ, അവരെ കുറിച്ചുള്ള മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻസ്, അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, അവരുടെ പ്രതിരോധ കുത്തിവെപ്പുകളുടെ സ്റ്റാറ്റസ്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോളജി ഇമേജസ്, വൈറ്റൽ സയൻസ്, അതായത് അവരുടെ ടെമ്പറേച്ചർ, വെയിറ്റ്, BP, ഷുഗർ ലെവല്, അങ്ങനെയുള്ള വൈറ്റൽ സയൻസുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ പേഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതെന്ന് വെച്ചാല് അവരുടെ ഏജ്, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ബില്ലിംഗ് ഇൻഫോർമേഷൻസ്, ബില്ലിങ്ങിന്റെ കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? EHR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണിക്കലി നമ്മ പേഷ്യൻസിനെ കുറിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഈ വിവരങ്ങൾ നമുക്ക് എന്താണ്? നെറ്റ്വർക്ക് ത്രൂ പല ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്കും അയക്കുന്നതിനായി സാധിക്കുന്നു. എന്താണ്? EHR എന്തൊക്കെ കാര്യങ്ങൾ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഡെമോഗ്രഫിക്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ലബോറട്ടറി ടെസ്റ്റുകൾ, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, വൈറ്റൽ സയൻസ്, മെഡിക്കേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഫോർ സെവറൽ ഡീക്കേഡ്സ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, EHR, ES സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. അത് have been evaluated as key to enhancing quality care. നിരവധി പതിറ്റാണ്ടുകളായി, നിരവധി ഡീക്കേഡ്സുകളായി എന്താണ്? ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു താക്കോല്, കീ ആയിട്ട് ഈ EHR പ്രവർത്തിക്കുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ ഹെൽത്ത് റെക്കോർഡുകൾ പ്രവർത്തിക്കുന്നു അല്ലെ, വിലയിരുത്തുന്നു. Electronic health records are used for other reason than charting for patients. Charting for patients. Today providers ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളിലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ ചാർട്ട് ചെയ്യാൻ, ജസ്റ്റ് രേഖപ്പെടുത്താൻ മാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ജസ്റ്റ് അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ മാത്രമാണോ നമ്മൾ EHR കാണുന്നത്? ആണോ? ആണോ? റെക്കോർഡ് ചെയ്യാൻ മാത്രാണോ? അല്ല അല്ലെ, അത് ഉപയോഗിച്ച് എന്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്? ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കില്ലേ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എന്താണ്? പേഷ്യൻസിന്റെ വിവരങ്ങൾ ചാർട്ട് ചെയ്യാൻ, രേഖപ്പെടുത്താൻ മാത്രമല്ല, today providers are using data from patients record to enhance quality outcomes by means of their care management program. എന്താണ്? പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള പരിചരണം, കെയർ കൊടുത്തുങ്ങാണ്ട് നല്ല ഔട്ട്കം, ക്വാളിറ്റി ഔട്ട്കം ലഭിക്കാനും എൻഹാൻസ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ആര്? ഡോക്ടേഴ്സ് ഇത് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, ഈ ഒരു പിക്ചർ കണ്ടോ? ഫസ്റ്റ് മോളിലാ ഇങ്ങനെയായിരിക്കും ഡോക്ടറുടെ സിസ്റ്റത്തിലേക്ക് ഒരു പേഷ്യൻസിന്റെ ID നമ്പർ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ അറ്റ് എ ടൈം ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എത്രത്തോളം വിവരങ്ങളാണ് ഡോക്ടർക്ക് ലഭിക്കുന്നത്? ട്രീറ്റ്മെന്റിനെ കുറിച്ച് അല്ലേ, ലാബ് റിസൾട്ടുകൾ അല്ലേ, റേഡിയോളജി, ഡയറ്റ്, എല്ലാ വിവരങ്ങളും കിട്ടല്ലേ ഡോക്ടർക്ക് പേഷ്യൻസിനെ കുറിച്ചുള്ള? ആണോ? അപ്പൊ അവർക്ക് എന്ത് നൽകാൻ സാധിക്കും? ക്വാളിറ്റി കെയർ എടുക്കാൻ പറ്റോ? ആ ഒരൊറ്റ ഇതിൽ കൂടി തന്നെ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ പറ്റൂ അല്ലെ ഡോക്ടർക്ക്? അപ്പൊ എന്താണ്, അതുവഴി ഡോക്ടർക്ക് എന്താണ് ക്വാളിറ്റി ഔട്ട്കംസ് ഇംപ്രൂവ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലേ, അവരുടെ അലർജീസ്, അവർക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോളജി, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഡോക്ടർക്ക് ലഭിക്കുന്നുണ്ടോ? IHR എടുത്തു കഴിഞ്ഞാല് കിട്ടുന്നുണ്ടോ? അപ്പൊ പേഷ്യൻസിന് ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ക്വാളിറ്റി കെയർ കൊടുക്കാം അല്ലെ? കൊടുത്തൂടെ? ബെറ്റർ കെയർ കൊടുക്കാം. അതുവഴി എന്താണ് ഔട്ട്കംസ്, ക്വാളിറ്റി ഔട്ട്കംസ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? EHR combines all patients demographic into large pools. എന്താണ് EHR? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ലാർജ് പൂളിലേക്ക് കമ്പൈൻ ചെയ്യുന്നു, ശേഖരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? And uses these informations to help with the creation of new treatment or innovation in healthcare delivery, which overall improves the goals in ഹെൽത്ത് കെയർസ്. എന്താണ് ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പുതിയ ട്രീറ്റ്മെന്റുകള്, ചികിത്സകൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇന്നോവേഷൻ ഇൻ ഹെൽത്ത് കെയർ ഡെലിവറീസ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് പുതിയ മാറ്റങ്ങള്, നൂതന രീതികൾ കൊണ്ടുവരാനായി സാധിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഗോൾ ഇംപ്രൂവ് ചെയ്യുക, അവരുടെ ലക്ഷ്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഇപ്പൊ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വഴി ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സിന്? അല്ല, ഒരുപാട് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും അല്ലെ? അതുവഴി ഇവർക്ക് എന്താണ് ഓരോ പേഷ്യൻസിനും എങ്ങനെയൊക്കെ അവരെ സോർട്ട് ചെയ്യാമെന്ന് തിരിച്ചറിയുന്നുണ്ട് അല്ലെ? ഒരു അസുഖം വന്നാൽ അവർക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുക്കാം ഇല്ലേ? റിസർച്ചുകൾ നടത്താൻ പറ്റുമോ? കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? രണ്ട് പേഷ്യൻസിന് തമ്മിൽ ഒരേപോലെയുള്ള അസുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരേപോലെ സിംറ്റംസ് ഉള്ള പേഷ്യൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താ പറ്റുന്നേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇവർക്ക് പുതിയ ഇപ്പൊ എന്താണ് ഇതുവഴി, അതല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ സ്റ്റഡി ചെയ്യാ അല്ലെ, റിസർച്ചുകൾ ചെയ്യാ അല്ലെ, അതല്ലെങ്കിൽ ഇവർക്ക് എന്താണ് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇവർക്ക് ഈ റിപ്പോർട്ടുകൾ അയക്കാൻ പറ്റുന്നുണ്ടോ? ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുമോ? സീനിയേഴ്സിന് അയച്ചു കൊടുക്കാം അല്ലെ, അതുവഴി അവരുടെ അഡ്വൈസ് മേടിക്കാലോ ഡോക്ടേഴ്സിന്. അപ്പൊ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഇവർക്ക് എന്താണ് പുതിയ ട്രീറ്റ്മെന്റുകള്, പിന്നെ ആരോഗ്യ മേഖലയിലെ നൂതന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ഇപ്പൊ നമ്മൾ തന്നെ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആവുമ്പോ നമുക്ക് കുറച്ചും കൂടി എഴുതാം. നമ്മൾ തന്നെ സാധാരണ ഒരു മീൻ കറി ഫിഷ് കറി ഉണ്ടാക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോരം റെസിപ്പീസ് കിട്ടും ഇല്ലേ? ചിലപ്പോ നമ്മൾ സെയിം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അതിന്റെ ആ പ്രോസസ്സിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറ്റും? കറി കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അല്ലേ? കൂടോ? ടേസ്റ്റ് കൂടോ? അപ്പൊ അതെന്താണ്? ഒരു പുതിയ കണ്ടുപിടുത്തല്ലേ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാണ് അല്ലെ, പുതിയ ചേഞ്ചസ് കൊണ്ടുവരാണോ?
അപ്പൊ എന്താ ഈ ആരോഗ്യ വിവരങ്ങളെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ കമ്പൈൻ ചെയ്ത് കമ്പാരിസൺ നടത്തിങ്ങാണ്ട് എന്താണ് അവർക്ക് പുതിയ മാറ്റങ്ങൾ ട്രീറ്റ്മെന്റുകൾ ചികിത്സാ രീതികൾ കൊണ്ടുവരാനും ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് എന്താണ് പുതിയ മാറ്റങ്ങൾ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നു. ക്ലിയർ ആയോ അത്? ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളല്ല അവർക്ക് ലഭിക്കുന്നത്, ഒരുപാട് ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ലഭിക്കുന്നത് അല്ലെ? ക്ലിയർ ആയോ എല്ലാവർക്കും? Okay, next combining multiple types of clinical data from the system's health records has aided clinician recognized and stratifies chronically ill patients. എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റാസ് പല രീതിയിലുള്ള ഡാറ്റാസ് ഡോക്ടേഴ്സ് വെരിഫൈ ചെയ്തുകൊണ്ട് റെക്കോർഡഡ് ഹാസ് എയ്ഡഡ് ക്ലിനിഷ്യൻ എന്താണ് റെക്കഗ്നൈസ് ചെയ്ത് കണ്ടിട്ട് എന്താണ് ക്ലിനീഷ്യൻസിന് ഈ ക്രോണിക്കലി ഇൽ പേഷ്യൻസിനെ തിരിച്ചറിയാനും കിടപ്പ് രോഗികളെ തിരിച്ചറിയാനും അവരെ തരംതിരിക്കാനുമായി സാധിക്കുന്നു. വിട്ടുമാറാത്ത രോഗികളെ ഇങ്ങനെയുള്ള ഹെൽത്ത് റെക്കോർഡ്സുകൾ ഉപയോഗിച്ചും കാണിട്ട് പേഷ്യൻസിന്റെ എന്താണ് റെക്കഗ്നൈസ് തിരിച്ചറിയാനും പിന്നെ എന്താണ് അവരെ തരംതിരിക്കാനും സാധിക്കുന്നു. പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലെ? ആണോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല ആ ഒരു സെന്റൻസ്, അതുകൊണ്ടാണ് മിസ് ചോദിക്കുന്നത് ഇല്ലേ? ഇപ്പൊ നമ്മ ഒരു ദിവസം ചെന്ന് അത് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാണ്, അപ്പൊ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യില്ലേ നമ്മുടെ വിവരങ്ങള്? മെഡിസിൻ പുതിയ മെഡിസിൻ തന്നത് അല്ലെ? ലാബ് ടെസ്റ്റ് കണ്ട റിസൾട്ടുകൾ ഇല്ലേ? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാ വിവരങ്ങളും ആ പേഷ്യൻസിനെ കുറിച്ചുള്ള. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാല് ഡോക്ടർക്ക് മനസ്സിലാവില്ലേ ഇവര് തുടർച്ചയായി ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണ്, ഇവര് വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവരാണ് അല്ലെ? മനസ്സിലാവോ? അപ്പൊ ഡോക്ടർക്ക് ഈ AHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ചും കാണിട്ട് എന്താണ് വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവരെ തിരിച്ചറിയാനും അവരെ തരംതിരിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയത്? EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. EHR എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ക്വാളിറ്റി കെയർ തരുന്നുണ്ട്. ഈ EHR ഉപയോഗിച്ചും കാണിട്ട് എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ചും കാണിട്ട് ക്വാളിറ്റി കെയർ നൽകുന്നുണ്ട്. അനലിറ്റിക് ടു അവോയ്ഡ് ഹോസ്പിറ്റലൈസേഷൻ എമംഗ് ഹൈ റിസ്ക് പേഷ്യൻസ്. ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന്റെ വലിയ അപകട സാധ്യതയുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക കൂടി ചെയ്യുന്നുണ്ട്. മിസ് അതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഒരു പേഷ്യൻസിനെ ജസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നെഞ്ചുവേദനയായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഡോക്ടർ വെറുതെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞേക്കാണ്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരാണ്. അപ്പൊ അവർക്ക് വീണ്ടും അതേ അസുഖങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പൊ ചിലപ്പോ അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ ആദ്യം കൊണ്ടുവന്നപ്പോ ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നെങ്കിലോ ടെസ്റ്റുകൾ ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൂടെ? ഇവരുടെ വിവരങ്ങൾ കറക്റ്റ് ഇവര് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒഴിവാക്കിക്കൂടെ? EHR വഴി ചെയ്തൂടെ? എക്കോ ടെസ്റ്റുകൾ നടത്താം അല്ലെ? പ്രൊഫൈൽ ടെസ്റ്റ് എടുത്താ. അപ്പൊ കറക്റ്റ് രീതിയിലുള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ എന്താണ് EHR ഉപയോഗിച്ച് എന്താണ് കറക്റ്റ് ക്വാളിറ്റി കെയർ കൊടുക്കുകയാണെങ്കിൽ
പേഷ്യൻസിന്റെ ഹൈ റിസ്ക് ഉള്ള വലിയ അപകട സാധ്യതയുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനായി സാധിക്കുന്നു. ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായി സാധിക്കുന്നു. Okay, next, EHR system are outlined to record and store data correctly and to capture the state of patients over time. EHR എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ അല്ലെ, അവരുടെ ഇൻഫോർമേഷൻസിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ റെക്കോർഡ് ചെയ്യുന്ന തയ്യാറാക്കുന്നില്ലേ? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തയ്യാറാക്കുന്നു അല്ലെ. മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ടുകള്, ഇമ്മ്യൂണൈസേഷൻ അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നു. കൂടാതെ ഇത് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു അല്ലെ. ആൻഡ് ക്യാപ്ചർ ദ സ്റ്റേറ്റ് ഓഫ് പേഷ്യൻസ് ഓവർ ടൈം. ഓരോ സമയത്തും ഈ വിവരങ്ങൾ എന്ത് ചെയ്യാണ്ടിരിക്കുന്നു? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ തവണ ചെല്ലുമ്പോഴും പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ എന്താണ് ഇത് അപ് ടു ഡേറ്റ് ചെയ്യാണോ? എന്താരൊന്നും ഇണ്ടാത്തേ അല്ലെ. ഇപ്പൊ ഇന്ന് ചെന്നു, ഒരു മെഡിസിൻ രണ്ടൊന്ന് മെഡിസിൻ എഴുതി തന്നു, പിന്നെ രണ്ടാഴ്ച ചെല്ലുമ്പോ എന്താണ് ടെസ്റ്റുകൾ ചെയ്തു, മരുന്നുകൾ മാറി തന്നു കഴിഞ്ഞാല് അത് അപ്ഡേറ്റ് ചെയ്യൂലേ ഇവര് ഹെൽത്ത് റെക്കോർഡിലേക്ക്? ആ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ അത്? Next, it removes the need to trace down a patient's previous paper medical records. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള മുൻപത്തെ പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒഴിവാക്കുന്നു അല്ലെ. നമുക്ക് വേണോ പേഷ്യൻസിനെ കുറിച്ചുള്ള പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്? വേണോ? വേണ്ട അല്ലെ. ഈ EHR നോക്കിക്കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ കുറിച്ചുള്ള മുൻപത്തെ പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ ഒഴിവാക്കാനായി സാധിക്കുന്നു. ആൻഡ് ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ഡാറ്റ ദീസ് അപ് ടു ഡേറ്റ്. ഈ ഡാറ്റ എങ്ങനെയുള്ളതാണ്? അപ് ടു ഡേറ്റ് ആയിരിക്കും അല്ലെ. ഓരോ ദിവസവും ചേഞ്ച് വരുന്നതിനനുസരിച്ച് എഡിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ് ടു ഡേറ്റ് ആകുന്നുണ്ട്, ആക്യുറേറ്റ് ആയിരിക്കും അല്ലെ, കൃത്യതയുള്ളതായിരിക്കും അല്ലെ. ആൻഡ് റീഡബിൾ, നമുക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും, റീഡബിൾ ആയിരിക്കും. അതല്ല പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളാണെങ്കിൽ എഴുതിയത് നമുക്ക് ചിലപ്പോ വായിക്കാനൊന്നും സാധിക്കില്ലല്ലോ. പേപ്പർ മെഡിക്കൽ റെക്കോർഡ് ഇല്ല. അപ്പൊ എന്താണ്? ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് റീഡബിൾ ആണ്, വായിക്കാൻ സാധിക്കുന്നു. It also allows open communication between the patient and the provider while providing privacy and security. ഈ EHR പേഷ്യൻസിന്റെ സ്വകാര്യതയും സുരക്ഷിതത്വം മാത്രമാണോ ഇതിൽ ഉൾപ്പെടുന്നത്? പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ, ഒരു തുറന്ന ആശയവിനിമയം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നില്ലേ? ഇപ്പൊ നമ്മ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, സിംറ്റംസ്, അപ്പൊ അത് ഡോക്ടർ അതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ, ഉണ്ടാവോ? അപ്പൊ ഡോക്ടർ നമുക്ക് തരുന്ന അഡ്വൈസ് അല്ലെ, ഇന്ന മെഡിസിൻ കഴിക്കണം, ഇന്ന ഡയറ്റ് പാലിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവോ? ഉണ്ടാവോ? അപ്പൊ അത് പിന്നെ ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും അല്ലെ. മെഡിസിൻ ഏതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഇത്? പേഷ്യൻസിന്റെ എന്താണ് പ്രൈവസിയും സ്വകാര്യതയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം എന്താണ് പേഷ്യൻസും ഡോക്ടറും തമ്മിലുള്ള ഒരു തുറന്ന ആശയവിനിമയം കൂടി ഇതിൽ നടക്കുന്നുണ്ട് ഇല്ലേ, ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? Next, it can lessen the risk of data replication since there is only one modifier file. എന്താണ് ഇത്? നമുക്ക് പകർത്താൻ സാധിക്കില്ല അല്ലെ. പകർത്തി എഴുതാൻ പറ്റുമോ? ഹോസ്പിറ്റലില് മറ്റേ പേപ്പർ റെക്കോർഡ് പോലെ
മാറ്റി എഴുതാനോ പകർത്തി എഴുതാനോ പറ്റോ? ഇടയില് പേപ്പർ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറ്റോ? ഇല്ല. പക്ഷെ ഇതെന്താണ്, നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താലോ, എഡിറ്റിംഗ് ഒക്കെ നടത്താം അല്ലെ? ഇപ്പൊ ഏതെങ്കിലും മെഡിസിൻ മാറ്റണം പറ്റിക്കൂടെ? ഇതെന്താണ്, നമുക്ക് പകർത്താൻ സാധിക്കില്ല, പക്ഷെ എന്താണ്, ഇത് മോഡിഫിക്കേഷൻ ചെയ്യാനായി സാധിക്കുന്നു. വിച്ച് മീൻസ് ദ ഫയൽ ഈസ് മോർ ലൈക്ലി അപ് ടു ഡേറ്റ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക് ആൻഡ് ഈസ് കോസ്റ്റ് എഫിഷ്യന്റ്. എന്താണ് ഇത്, അപ് ടു ഡേറ്റ് ആക്കാനും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇതില് വ്യത്യാസങ്ങൾ വരുത്താനും, റെഡ്യൂസ് റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക്. നമ്മ ഇപ്പൊ പേപ്പർ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ ചിലപ്പോ അത് നഷ്ടപ്പെട്ടു പോകാം അല്ലെ? മെഡിക്കൽ റെക്കോർഡ് റൂമിൽ നിന്ന് ഒരുപാട് ഫയലുകളാവുമ്പോ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ലേ? അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പേപ്പർ പോവാം, ഇടയിൽ നിന്ന് 1 2 പേപ്പർ പോയാലും നമ്മുടെ പ്രീവിയസ് ഇൻഫോർമേഷൻസ് എല്ലാം മിസ്സായി പോകുന്നേ ആണോ? അതല്ലെങ്കിൽ ചെതലരിച്ചു പോകാം, ഇൻസെക്ട്സിന്റെ എന്തെങ്കിലും ഇത് വന്നിട്ട് ചെതലരിച്ചത് പോവില്ലേ? അപ്പൊ എന്താണ്, റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക് അല്ലെ? പേപ്പർ വർക്ക് ലോസ്റ്റ്, കളവ് പോകാനുള്ള സാധ്യത, നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കുന്നു. നമ്മ ഇത് സിസ്റ്റത്തിലാണ് അല്ലെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അത് ഓപ്പൺ ചെയ്യാം അല്ലെ? സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റില്ലേ? പറ്റോ? നമ്മ അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മ ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 ക്ലിക്കിലൂടെ നമ്മ അത് ഓപ്പൺ ചെയ്ത് കാണുമല്ലോ അല്ലെ? എന്താ, ഇങ്ങനെയുള്ള പേപ്പർ വർക്ക് നഷ്ടപ്പെടാനുള്ള റിസ്ക്, അപകടം കുറയ്ക്കുന്നു. പിന്നെ എന്താണ്, കോസ്റ്റ്, ചിലവ് കുറയ്ക്കുന്നു അല്ലെ? ഒരുപാട് പേപ്പേഴ്സ് ക്യാരി ചെയ്യാം അല്ലെ? അത് സൂക്ഷിക്കാനുള്ള ചെലവൊക്കെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നേ? സിസ്റ്റത്തില് നമുക്ക് എന്തോരം വേണമെങ്കിലും റെക്കോർഡുകൾ വേണമെങ്കിലും സേവ് ചെയ്ത് വെക്കാം അല്ലെ? ആണോ? അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുന്നില്ല ഇല്ലേ? സിസ്റ്റത്തിൽ എന്തോരം റെക്കോർഡുകൾ വേണമെങ്കിലും അല്ലെ, എത്ര ഫയലുകൾ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കുന്നു അല്ലെ? ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫോർമേഷൻ ബീങ് സെർച്ചബിൾ ആൻഡ് സിംഗിൾ ഫയൽ. എന്താണ്, ഈ ഡിജിറ്റൽ ഇൻഫോർമേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെ? നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ആൻഡ് ഈസ് ഇൻ എ സിംഗിൾ ഫയൽ, ഇത് ഒരു സിംഗിൾ ഫയലിലായിരിക്കും സൂക്ഷിക്കുന്നത്. EMRS, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, എസ് സ്മോൾ ആണ് കേട്ടോ, എസ് സ്മോൾ ആണ്, കറക്റ്റ് ചെയ്യാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആർ മോർ ഇഫക്റ്റീവ് വെൻ ടേക്കിംഗ് ഔട്ട് മെഡിക്കൽ ഡാറ്റ ഫോർ ദ എക്സാമിനേഷൻ ഇഫ് പോസിബിൾ ട്രെൻഡ്സ് ആൻഡ് ലോങ് ടേം ചേഞ്ചസ് ഇൻ ദി പേഷ്യൻസ്. എന്താണ് EMR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്, രോഗിയിലെ സാധ്യമായ എല്ലാ വിവരങ്ങളെ കുറിച്ചും പറഞ്ഞു തരുന്നില്ലേ നമുക്ക്? രോഗിക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് അല്ലെ, എന്തൊക്കെ സിംറ്റംസ് ഉണ്ട് അല്ലെ? കൂടാതെ രോഗിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും പറഞ്ഞു തരുന്നില്ലേ? അപ് ടു ഡേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെ? രോഗിയിലെ ദീർഘകാല മാറ്റങ്ങളും പരിശോധിക്കുന്നതിനായി ഈ മെഡിക്കൽ ഡാറ്റ, ഈ ഇലക്ട്രോണിക് മെഡിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? രോഗിയിലെ സാധ്യമായ എല്ലാ ഇൻഫോർമേഷൻസ്, അവരുടെ എല്ലാ പ്രവണതകളെ കുറിച്ചും അവരിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും അറിയുന്നതിനായി ഈ ഇലക്ട്രോണിക് മെഡിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നു. Population-based studies of medical records may also be made easier by the widespread adoption of EHRS and electronic medical records, EMRS. ഇത് 2 സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, ഇത് 2 സ്മോൾ ലെറ്റർ ആണ്. ജനസംഖ്യ, പോപ്പുലേഷൻ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സിലെ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസിൽ പറയുന്നത്, ഇപ്പൊ മിക്ക ആളുകളും എന്താണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളുമാണ് അവര് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് മിസ് എടുത്ത ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും?
ഓക്കെ ആണോ? ഓക്കെ, ഇത് സംഭവം സിമ്പിൾ ആണ് അല്ലെ? ചാപ്റ്റർ സിമ്പിൾ ആണ്, പക്ഷെ എന്താണ് നിങ്ങക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ പറഞ്ഞു തന്നേക്കാണ് അല്ലെ? ഇല്ലേ? ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഇപ്പൊ ഇന്ന് മിസ് എടുത്തില്ലേ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കാട്ടാ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഇതൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.